ഷെഫുദ്ദീൻ, ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ജനകീയമായ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ പ്രതിഷേധം അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കാൻ കഴിയില്ലാത്ത സാഹചര്യമുണ്ട്. ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും ഇതിന് സമാനമായി പല ഘട്ടങ്ങളിൽ ഈ കാട്ടാന ആക്രമണവും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM തന്നെ പ്രതിഷേധം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ സമാനമായി തന്നെ പരിഗണിക്കാവുന്നതാണ് ഇപ്പോൾ പീരുമേട്ടിലെ സീത എന്ന ആദിവാസി സ്ത്രീയെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധ പരിപാടികൾ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും വലിയ പ്രതിഷേധവുമായി CPM കൂടാതെ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്ക നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് യൂത്ത് കോൺഗ്രസും കടന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട 54-കാരിയായ സീത എന്ന ആദിവാസി സ്ത്രീയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തുന്നത്. കുടുംബത്തോടൊപ്പം ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം കാടിനുള്ളിൽ എത്തി വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കെ കാടിനുള്ളിൽ മറഞ്ഞിരുന്ന ഒരു കാട്ടാന സീതയെ എടുത്തെറിയുകയായിരുന്നു. എടുത്തെറിഞ്ഞ് ഈ ശബ്ദം കേട്ട് തൊട്ടടുത്തേക്ക് എത്തിയ ഭർത്താവ് ബിനുവിനെയും കാട്ടാന ആക്രമിച്ചു തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് ശബ്ദം ഉണ്ടാക്കിയടക്കം കാട്ടാനയെ അവിടെ നിന്ന് മാറ്റിയ ശേഷം ഈ ബിനുവും മക്കളും കൂടിയാണ് സീതയെ കാടിന് പുറത്തെത്തിക്കുന്നതും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. അപ്പോഴേക്കും സീതയുടെ ജീവൻ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണെന്ന് നമുക്ക് തോന്നുന്നു, മനസ്സിലാവുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി ആക്രമണത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണ് ഇടുക്കിയുടെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും തന്നെയുള്ളത്. പ്രത്യേകിച്ച് പീരുമേട് താലൂക്കിൽ ആ പ്രദേശത്തുമൊക്കെ ശക്തമായി നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാറിൽ ഉണ്ടായ കാട്ടാന ആക്രമണം, തോട്ടം മേഖലയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ 60-കാരന് പരിക്കേറ്റ സംഭവമാണെങ്കിലും സീത എന്ന ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവമാണെങ്കിലും എല്ലാം മുറിഞ്ഞപുഴ റേഞ്ചിന് കീഴിലുള്ള വനമേഖലയുടെ കീഴിലുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ഇത്തരം നിരന്തരം കാട്ടാനയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കൂടിയും ആനയെ തുരത്താനുള്ള ഒരു ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന പരാതി അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ഭരണപക്ഷത്ത് നിൽക്കുന്ന CPM അടക്കമുള്ള പ്രവർത്തകർ ഈ വിഷയം നിരന്തരം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് കൂടിയും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് നിരാശാജനകമായ കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത്തരം കാട്ടാനകളുടെ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ ജീവൻ പൊലിയേണ്ടി വരുന്നത് ഒന്നെങ്കിൽ ആദിവാസി ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളോ ആണ് എന്നുള്ളതാണ്. ഇടുക്കിയിലെ കഴിഞ്ഞ ഏതാനും സംഭവങ്ങൾ എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിൽ ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാവരും തന്നെ ഒന്നെങ്കിൽ തോട്ടം മേഖലയിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ആദിവാസി ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇത് പലപ്പോഴായി പലതരത്തിൽ പ്രതിഷേധ പരിപാടികളായി അല്ലാതെ നിവേദനങ്ങളായി മറ്റുള്ള ആ നിലയിലുള്ള ഇടപെടലുകളെല്ലാം നടത്തിയിട്ട് കൂടിയും നിസ്സംഗരായി നിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുകയുള്ളൂ. അതിൽ വലിയ പ്രതിഷേധം ഈ വനമേഖലയിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആദിവാസി സ്ത്രീയുടെ ജീവൻ കൂടി നഷ്ടമായ സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് ആ മേഖല കടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്തു നിന്നാകട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാകട്ടെ ആ പ്രദേശത്ത് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ ഇത് രണ്ടാമത്തെ ആ കാട്ടാന ആക്രമണമാണ്. അതിൽ ഒരാളുടെ ജീവൻ പൊലിയുന്നു എന്നുള്ള സംഭവം ഇടുക്കിയിൽ നിന്ന് വാർത്തയായി വരുന്നത്. ഇന്ന് സീത എന്ന 54-കാരി ആദിവാസി സ്ത്രീയാണ്, മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ്. അവരുടെ സ്വാഭാവികമായ ജീവിത ശൈലിയാണ് കാടിനുള്ളിൽ പോയി ഇത്തരം വനവിഭവങ്ങൾ ശേഖരിക്കുകയും അതുപയോഗിച്ച് അതിജീവനം നടത്തുക എന്നുള്ളത്. ആ നിലയിൽ കാട്ടിലേക്ക് അതിജീവനത്തിന് വേണ്ടി കടന്നുപോയ കുറച്ച് ആദിവാസി കുടുംബം, 2 കുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാവുകയും അതിലെ അമ്മ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അച്ഛന് ആക്രമണത്തിന് ഇരയാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർ ഗുരുതരമായി പരിക്കേറ്റ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നതുമായി മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു അമ്മയുമായി കുട്ടികളും അച്ഛനും ആ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. കാട്ടാനക്കലയിൽ ഒരു ആദിവാസി സ്ത്രീക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു.